എന്നാടാ എന്നാടാ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ അടുത്ത ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരെ ഇതൊരു സൂവിലേക്ക് പോവാട്ടോ. ആഫ്രിക്കൻ സഫാരി സൂ അതുപോലത്തെ ഒരു സ്ഥലം. ഞങ്ങളിപ്പോൾ കാനഡയിലെ ഗൾഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതെൻ്റെ പപ്പായുടെ അനിയനാട്ടോ, ഏറ്റവും ഇളയ അനിയൻ ജോണി ചാച്ചനും. ഇത് ആൻറ്റി സുനി ആൻറ്റി. അപ്പം ഞങ്ങൾ എല്ലാവരോടും കൂടിയാണ് പോകുന്നത്. ഇതാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഗൾഫ് എന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ് ഈ റൈറ്റ് സൈഡിൽ യൂണിവേഴ്സിറ്റി ഓഫ്. നമ്മളിപ്പോൾ പോണ സ്ഥലത്തിൻ്റെ പേരിന് ആഫ്രിക്കൻ ലയൺ സഫാരി. വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി അല്ലേ? ഓ നന്നായി. ഓഫ് സീസൺ ആണ്, കരടിയും പുലിയൊന്നും ഇല്ലാതിരിക്കുമല്ലോ. അവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. Turn left, then you will arrive at your destination. Yes. Lion Safari. Canadians original safari adventure. Game reserves closed. Will be eaten. റിസ്കിൽ തന്നെ പോകണം. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ആൻഡ് ലോക്ക്ഡ്. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇവരിതെന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാനും ആദ്യം ഓർത്ത് ഇവരെന്നെ കാണിക്കണേന്ന്. ഇവർ നമ്മുടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാണ്. കാരണം നമ്മൾ അകത്തേക്ക് കയറി ചെന്നാൽ നമ്മുടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ജീവികൾ, ജന്തുക്കൾ അല്ലെങ്കിൽ ആനിമൽസ് നമ്മുടെ വണ്ടിക്ക് ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്ലെയിം ചെയ്യത്തില്ലേ? അപ്പോൾ ഓൾറെഡി അതിലുള്ളതാണോ അല്ലയോ എന്നൊക്കെ ചുമ്മാ അവർ നേരത്തെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു നമ്മുടെ വണ്ടി. ഞാൻ ഈ റൈഡ് മറ്റേ എന്റെ പൊന്നെ, ഇതിനെയൊക്കെ ചുമ്മാ ഇട്ടേക്കുവാണോ? വയറ് നിറച്ച് ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും. ഞാൻ ഇങ്ങനെ സാധനത്തെ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കണ ആദ്യം കാണും കേട്ടോ. ശരിക്കും അതാണ് പൊലി. അവൻ എന്നാ ആ ചീറ്റാനെ തന്നെ അവനെ അവിടെ ഇട്ടേക്കുന്നത്. അവന് ഓട്ടക്കാരനല്ലേ? ഓ 3 ഇതോടെ ഇരിക്കണം. എന്റെ പൊന്നോ, പിന്നെ പ്രൗഡിയിലിരിക്കുന്നത് നോക്കി. സ്റ്റോപ്പ് ചെയ്തേ. ഇത് പെണ്ണുങ്ങളായിരിക്കുന്നത്. അവളെന്ത് ജനലൊക്കെ താത്തിട്ടേക്കുവാ. ഉച്ചമയക്കത്തില ഇതിന് ഞാൻ ഇങ്ങനൊരു സാധനമുണ്ടോ? ഇങ്ങനൊരു സാധനത്തെ ഞാൻ ആദ്യം കാണുള്ളൂ. മറ്റേ ലയൺ തന്നെ അല്ലേ? വെള്ളക്കെടുവല്ലേ? അമ്മമാരൊക്കെ തളർന്നു കിടക്കുക പാവങ്ങള്. എന്നാടാ എന്നാടാ നീ പോടാ. എന്നെ അവന് നോക്കുന്ന പോലും ഇല്ല. നിനക്ക് മതിയെന്ന് ചോദിച്ചേ. കിട്ടാളെ കിട്ടിയത് നല്ല അടിപൊളിയായി. ഇവര് ഇങ്ങനെ ഇങ്ങനെ വിട്ടുകൊണ്ട് അതിന് അത്രയും പൊക്കിയല്ല അതിന് കൊടുക്കാൻ പറ്റും. ഒരു പരുത്തി കുനിയാൻ പറ്റിയല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ അടുത്തത് പോയത് ചുണ്ടലീസ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വായിക്കാൻ അറിയത്തില്ല അത് എന്താ എഴുതിയേക്കുന്നതെന്ന്. അവിടെ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി പോയതാട്ടോ. ഈ ഒരു ടൈം ആപ്പിൾ പിക്കിങ്ങിനൊരു ടൈം ആയതുകൊണ്ട് ബെസ്റ്റ് ടൈമിൽ ഞങ്ങൾ ചെന്നത്. നമ്മൾ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയേക്കുവാണേ. പിക്കിംഗ് ഡേറ്റ്സ്. The last ride, 5:15. So they just left now. They'll be back in 15 to 20 minutes. So where are they? Here, outside there. You see where the rope is outside the fence?
Wait there. You guys are just here for the tractor ride? No, we can do that too. Yeah. But it's closer soon, right? Yeah. Yes. Yeah. There's not much time left. You got about an hour. Have to pick. ബാഗ് എടുക്കാം ബാ എടുക്കാം നല്ല ആപ്പിളാ നീ ഇരിക്കുമല്ലോ ചുമ്മാ അങ്ങ് എടുക്കാം മിസ്റ്റർ ഒന്നൊരു ബാഗ് So it's $15. So make sure that you fill up the bag, okay? Because we charge by the bag, not by the weight. Okay, So no matter what, they're gonna charge you 15. Okay. 15 ഓക്കെ Make sure you only put where you see the clothes today, okay? Wherever these are, the ones are good to go, okay? ഓക്കെ ഇത് ഇറക്കണം എന്ന് പറഞ്ഞോ അങ്ങനെ ഇത് നിനക്ക് എന്തേലും വേണമെന്ന് ഇറക്കാം അത്രേ ഉള്ളൂ അതിന് എത്ര 15 രൂപ ഈ ട്രാക്ടറിലാണ് നമ്മൾ പോകുമ്പോഴേ അത് വലിയ ഇങ്ങനെ നീളത്തിലൊരു ബസ് ഇപ്പൊ നമ്മൾ വന്നപ്പോ ഇങ്ങ് പോയായിരുന്നു. വെയിറ്റ് ഹിയർ ഫോർ ഡ്രാഗൺ വാങ്ങി. ട്രാക്ടർ ദേ ആണ്ട ആപ്പിളല്ല തൂക്കിടക്കുന്നതൊക്കെ അതേന്നെ ഓ മൈ ഗോഡ് കണ്ടില്ലല്ലോ ഇപ്പൊ ആ വണ്ടി നിർത്തും. അപ്പോൾ വണ്ടി നമ്മൾ കൊണ്ടുപോകുമോ മരത്തിലല്ലേ ഞാൻ ആപ്പിൾ മരത്തിലാന്ന് വിചാരിച്ചേ ചെടിയിലായിരുന്നോ ഇവര് ബഡ് ചെയ്ത് ഇതെല്ലാം ഈ പൊഴിഞ്ഞു പോലെ കിടക്കും അറിയാലോ അല്ലേ ആ അതെ എന്തേലും താഴെ ആ മെഷീൻ ഏതാണ് കുലുക്കി കൊണ്ടല്ലോ നമ്മളൊരു ഏരിയയിലാണ്. ഫ്രഷ് ആപ്പിള് പക്ഷെ ഇത് പൊടിയാ നിറച്ച് ആ മറ്റേ സാധനം ഉണ്ടാവില്ല അത് നമുക്ക് കിട്ടത്തില്ല അമരോടെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ പ്ലിക്ക് ചെയ്യുന്നേ ആണ്ട് പറിക്കായിരുന്നു കുഞ്ഞു വന്നാണോ ഇത് നമുക്കൊരു ഫോൺ വെച്ചിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞാവുന്നതാണ്. ആണോ വീട്ടിലുണ്ടോ ഇത് സീറ്റായിരുന്നോ ഞാൻ അടുത്ത് ഇവർക്ക് ഫുഡ് കൊണ്ടാണോ അന്ന് പക്ഷെ പുറകിന്ന് ഉണ്ണിതാ ഇവിടെ നിൽക്കണം ഭയങ്കര നാച്ചുറലാണ് ഇത് ഞാൻ അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കും ട്രാക്ടർ റൈഡാണ് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് നാച്ചുറൽ ആയിട്ടുള്ള നല്ല സുഖമാണ് ഇത് മുന്നേ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള സ്ഥലങ്ങൾ നമ്മൾ പിക്ക് ചെയ്യാൻ പോകട്ടെ ആ ബോർഡർ വെച്ചേക്കുന്നിടത്ത് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം പറക്കി കഴിഞ്ഞു ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ബാക്കിയെല്ലാം അവര് ഇതിന് കൊടുക്കാനായിട്ടൊക്കെ അത് ഭയങ്കര നഷ്ടമായി പോയല്ലോ എന്നിട്ട് മിച്ചോ അപ്പം നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പറിക്കായിരുന്നല്ലോ ഇത് എത്ര കുറേ കിടക്കോ ഇത് എത്ര ഏക്കറിലുണ്ടല്ലേ കുറേ കിടക്കോ ആണ്ട് അവിടെ ഷോപ്പൊക്കെ കാണുന്നില്ല അവരുടെ കൂടി ഇത് ഒരു ബാഗൊക്കെ അവിടുന്ന് വാങ്ങിച്ച് ആപ്പിൾ പിക്കിങ് പിന്നെ എന്താ പറഞ്ഞേ ഇവിടെ ഇതിലേക്ക് എത്ര രൂപ പാസ് ഒരാൾക്ക് ഒരു കിലോ ആപ്പിളിനൊക്കെ രൂപ അത് 15. ഒരു 15 അല്ല നമുക്ക് 8-15 ഒരു ഫുള്ള് പാക്കറ്റ് കിട്ടും. ഇവിടെ എല്ലാം പച്ചയായിരുന്നു പച്ച വെച്ചാൽ ആൾക്കാരെല്ലാം ഓൾറെഡി പറിച്ചോണ്ട് പോയി ഇനി പഴുത്ത പഴം കാണണമെങ്കിൽ ആപ്പിൾ യെസ് ഇതിരിക്കുന്നത് ബഡാന്ന് തോന്നുന്നു കേട്ടോ ഒരു നിറച്ചുണ്ടായിട്ടുണ്ട് ആ നമുക്കത് പ്രവേശനമില്ല അത് അടിപൊളി ഡു നോട്ട് എൻ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കണല്ലോ അത് വേറൊരു സംഭവമാണല്ലോ
ആപ്പിളാണോ? നമ്മുടെ അടുത്ത സ്ഥലത്ത് കൊണ്ടിറക്കി വിട്ടേക്കുക. ഇത് ഗ്രീൻ ആപ്പിളാണോ അതോ പച്ച ആപ്പിളാണോ? ഇത് നോക്കാം. ഞാനത് തിന്നില്ല. അത് പച്ച ആപ്പിളല്ല കേട്ടോ, ഗ്രീൻ ആപ്പിള നല്ല ആപ്പിളാ. എനിക്ക് നാക്കെല്ലാം ചൊറിയാൻ തുടങ്ങി. നല്ല ടേസ്റ്റാണ്. അതെ, ഇത് പറിക്കാതെ അല്ല ഇതും പറിക്കാന്നാ പറഞ്ഞേ. ഇത് അവരുടെ പറിക്കുക, നോക്ക് അവർ പറിക്കുക. കൊട്ടയ്ക്കകത്തിട്ട് പോവാ. ഇതുണ്ടോ കൊട്ടയ്ക്കകത്തുണ്ടോ? എനിക്കൊക്കെ വേറെ ഇമ്പോർട്ടൻറ്റ് ആപ്പിളിൻ്റെ വൈൻ. ഇത് നമ്മുടെ ബാഗാണോ? അതെ, നമ്മൾ ഇത്രയും പാക്ക് ചെയ്യും. $15 ഇതിലെടുത്ത്. ഫ്രഷ് ആണോ? അമ്മമാരുടെ ഇതിന് വരുന്നതാണോ? അപ്പോൾ അതിനൊക്കെ കാരമൽ ആപ്പിളാണോ? ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. അയ്യോ, വൈന്, ജാമ്, ഇതൊക്കെ എന്നതാ? റാസ്ബെറി വിനാഗിരി. അത് തേനാണോ? ഹണി ബണി, ബ്ലൂബെറി ഹണി. ഈ കാണുന്നതാണ് ശരിക്കുള്ള ആപ്പിൾ മരം. ആക്ച്വലി ഇതിൻ്റെ ഉള്ള നിറച്ച ആപ്പിൾ ഫ്രൂട്ട് ഉണ്ട്, പക്ഷേ ഇത് ഫുള്ള് പുഴുവാണ്. അത് അവർ മിക്കവാറും അവരെത്രമാത്രം ഇത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ അതവിടെ നിലനിർത്തിയേക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് പുഴു വരുന്ന ഒരു മരമാണ് അവർ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചുണ്ടലിയ. ചുണ്ടലിയ അങ്ങനെ ഏതാണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ആപ്പിൾ പിക്കിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ആണെങ്കിൽ ഇച്ചിരി ചൂടാണ് ഇപ്പോൾ കാനഡയിൽ, ടൊറൻറ്റോയിൽ. അപ്പം അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ആപ്പിൾ പിക്കിങ് കഴിഞ്ഞു. അടുത്ത പരിപാടി നേരെ ഫുഡ് അടിയാണ്. അതിനുവേണ്ടി നമ്മുടെ കേരള കുസിൻ, അതായത് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. പാം വാലി എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മുടെ ദേശീയ ഭക്ഷണമായ നമ്മുടെ സ്വന്തം പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. നല്ല ഫ്രഷ് പൊറോട്ട കേട്ടോ. എന്നാ ഒരു വലുപ്പമാണെന്ന് പറയുമോ, ഭയങ്കര വലുതായിട്ടാണ് പൊറോട്ട അവരടിക്കുന്നത്. അത് ഫ്രഷ് ആയിട്ട് അടിക്കുന്നതാണ്, ഫ്രോസൺ അല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാനഡ വന്നിട്ടുള്ള ഈ ഒരു ദിവസത്തെ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്ക് ബൈ.